ഞങ്ങൾ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. ബോട്ടിലാണ് പോകുന്നത്. ഞങ്ങൾ ദാണ്ട് ആ മേള് ഭാഗത്തു നിന്ന് ഇറങ്ങി ഈ റിവറിലുള്ള ബോട്ടിൽ വന്നു. അപ്പം ബോട്ടിലുള്ളവരെല്ലാം വെള്ളച്ചാട്ടത്തിന് അവിടെ പോകുമ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ കവർ ചെയ്തൊക്കെയാണ് പോകുന്നത്. എന്തിനാന്ന് വെച്ചാൽ വെള്ളം മേത്ത് വീഴാതിരിക്കാൻ, വെള്ളം മേത്ത് വീണായിട്ട് നനയാതിരിക്കാൻ. ആണ്ട് ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം. കാണാവോ? കാണാൻ തോന്നുന്നു. അന്നേരം അത് കണ്ട് 2 വെള്ളച്ചാട്ടമായിട്ട്, ഇതൊന്ന് അവിടെ ഒന്ന്. ഈ റിവറിന്റെ പകുതി അമേരിക്കയുടെയും പകുതി കാനഡയുടെയോ അല്ല. ഇത് ഇപ്പം US നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, US സൈഡിൽ നിന്ന്. ഇത് എന്നിട്ട് ഇനി അങ്ങേപ്പുറം ഈ റിവറിന്റെ അങ്ങേ സൈഡ് കാനഡ. ഇതെല്ലാം കാനഡയാണ്. അങ്ങോട്ട് ഈ വാട്ടർഫാൾസ് കാരണം അപ്പടി അവിടെ ഇങ്ങനെ അതിൻ്റെ ആ സ്മോക്ക് പോലെ അതിൻ്റെ ഇതാണ് വാട്ടർഫാൾസ്. അതിന് വാട്ടർഫാൾസ് കാണാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവരാണ് ആ മലയുടെ മേളിലൊക്കെ അങ്ങോട്ട് നിൽക്കുന്നത്. ഈ ബോട്ടിൻ്റെ 2 ഇതുണ്ട്. മേളിലൊരു തട്ടുണ്ട്. ആ തട്ടിൽ കുറേ പേരുണ്ട്. ഞങ്ങൾ താഴത്തെ തട്ടിലാണ്. കിളികൾ, മീനെ പിടിക്കാൻ വന്നേക്കുന്ന കുട്ടികളൊക്കെ ധാരാളമുണ്ട്. ഈ ബോട്ടയിൽ ഉള്ള ആൾക്കാർ എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടുകൊണ്ടാണ്. എന്താണെന്ന് ചോദിച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് വെള്ളമെല്ലാം മേത്ത് വീഴായിരിക്കും. അവിടെ കണ്ടോ? ഓ, ഇത് നോക്കിക്കേ, പക്ഷികൾ. നല്ല ശുദ്ധമായ വെള്ളം. ഒരു പ്ലാസ്റ്റിക്കകത്ത് ഒരുവിധ ഒന്നുമില്ല. ഒരു ഇത് ഈർപ്പം വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ചാറ്റൽ മഴ പോലെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈർപ്പം വന്ന് തെറിച്ച് വീഴുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം US സൈഡുകളാണ്. ആ സൈഡ്. ഈ കാണുന്നതെല്ലാം കാനഡയുടെ സൈഡുകളാണ്. ഇതെല്ലാം കാനഡ സൈഡ്. ഈ കല്ലൊക്കെ അടുക്കി വെച്ചേക്കുന്ന പോലുണ്ട്. ഇത് എങ്ങനെയാണോ വെട്ടി ഇറക്കിയതാണോ അതോ നാച്ചുറലായിട്ടുള്ളതാണോ എന്നറിയത്തില്ല. എന്നതാ ബോൾസ്? എത്ര ബോൾസ് ഉണ്ട് ഇവിടെ? ബേഡ്സ് അല്ലേ? ഏതായിരിക്കുന്നതെല്ലാം വെളുത്ത് കാണുന്നതെല്ലാം ബേഡ്സാ ആണെന്ന് തോന്നുന്നു. കൊറേ ബോൾസ്.
ഒരു വെള്ളച്ചാട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് ചെല്ലുക ഞങ്ങള്. ഏതാ വലിയ വെള്ളച്ചാട്ടം? ഇതായിരിക്കും ഈ സൈഡ്. ഇതായിരിക്കും ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ഓ ആ ഇതാ പറഞ്ഞ. അതുകൊണ്ടാണ് കാനഡയിൽ നിന്ന് നല്ലപോലെ കാണാമെന്ന് പറഞ്ഞത്. പോലെ ഇരിക്കും പറഞ്ഞില്ല. പക്ഷെ ബോട്ടേ വരുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ആ മേളിൽ നിൽക്കുന്ന മനുഷ്യരെയൊക്കെ വളരെ ചെറുതായിട്ടേ കാണത്തുള്ളൂ. അങ്ങ് കാണാതിരിക്കും. എനിക്ക് തോന്നുന്നത് ഒരു 50 അടി പൊക്കം കാണുമെന്ന് തോന്നുന്നു. ഞങ്ങള് വെള്ളച്ചാട്ടത്തിന്റെ നടുക്കോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എവിടം വരെ ചെല്ലുമെന്ന് ഫ്രണ്ട് വശം ഒന്നും കാണാൻ മേലാത്ത പോലെ ആയിട്ടുണ്ട്. ഫുള്ള് വെള്ളം, കാറ്റ്. ഓ ഫുള്ള് വെള്ളം. എന്റെ ചെല്ല് നനയുമോന്ന് അറിയത്തില്ല. ഓ ഭയങ്കര കാറ്റും ഭയങ്കര കാറ്റോടെ മഴ പെയ്യുന്ന പോലെ ഉണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക്. ഇപ്പം വെറും വൈറ്റ് മാത്രമേ കാണത്തുള്ളൂ. വെള്ളം വെറും ഇപ്പം മനസ്സിലായി എന്തിനാ ഇവർ ഈ പ്ലാസ്റ്റിക് തന്നതെന്ന്. ഇപ്പോഴാ മനസ്സിലായത്. ഭയങ്കര മഴ പോലെ. അയ്യോ ഫുൾ മഴ. എന്റെ കണ്ണാടി മുഴുവൻ നനഞ്ഞു പോയത്. ഒന്നും കാണത്തില്ല. അയ്യോ വീഡിയോ നിർത്തി.